ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് 2026 മൂന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള വിജയികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം മൂന്നാം ആഴ്ചയിലേക്ക് കടന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം നടത്തി അമേരിക്ക. US ഇസ്രായേൽ കപ്പലുകൾ ഒഴികെയുള്ള അന്താരാഷ്ട്ര ഗതാഗതത്തിനായി ഹോർമൂസ് കടലിടുക്ക് തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ. ഹോർമൂസിന്റെ സുരക്ഷയ്ക്കായി ചൈനയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കപ്പലുകൾ അയക്കണമെന്ന് US പ്രസിഡന്റ്. രാജ്യത്ത് ആവശ്യത്തിന് ഡീസലും പെട്രോളും ലഭ്യമാണെന്ന് ഉറപ്പു നൽകി കേന്ദ്ര സർക്കാർ. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും നിർദ്ദേശം. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കേരളത്തിൽ വോർ റൂം പ്രവർത്തനം ആരംഭിച്ചു. ക്രിക്കറ്റ് രംഗത്തെ അതുല്യ സംഭാവനയ്ക്കുള്ള BCCIയുടെ നമൻ അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് 2026 മൂന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള വിജയികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സംവദിക്കും. വിശദാംശങ്ങളിലേക്ക്. കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനെക്കുറിച്ച് യുവജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കിടാനുമാണ് മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് സംരംഭം ലക്ഷ്യമിടുന്നത്. പങ്കാളിത്ത ഭരണം, സാമ്പത്തിക ആസൂത്രണം എന്നിവയിൽ യുവശക്തിയെ ഉൾപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി നടന്ന മത്സരങ്ങളിൽ 12 ലക്ഷത്തിലധികം യുവജനങ്ങളാണ് പങ്കെടുത്തത്. നയരൂപീകരണത്തിലും 2047 സ്വയം പര്യാപ്തമായ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിലും യുവതലമുറയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വിതരണം നടക്കുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ ക്ഷാമമില്ലെന്നും ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും അവർ വ്യക്തമാക്കി. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമേരിക്കയുമായും ഇസ്രായേലുമായും ബന്ധമുള്ള കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മറ്റ് രാജ്യങ്ങൾക്ക് ഈ പാതയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഇന്ത്യയുടേതുൾപ്പെടെ നിരവധി കപ്പലുകൾ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം മൂന്നാം ആഴ്ചയിലേക്ക് കടന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപിൽ അമേരിക്ക ആക്രമണം നടത്തി. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി ചൈനയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കപ്പലുകൾ അയക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാനിയൻ കപ്പലുകളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടരുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് പാതയിലെ തടസ്സങ്ങൾ ആഗോള വിപണിയിൽ ഇന്ധനവില കുത്തനെ ഉയരാൻ കാരണമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വരുന്ന വാണിജ്യ കപ്പലുകളെ സഹായിക്കുന്നതിനായി പേർഷ്യൻ ഗൾഫിന് സമീപം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന. ദ്രവീകൃത പെട്രോളിയം വാതകം വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ കപ്പലുകൾക്ക് ഇന്നലെ ഹോർമൂസ് കടലിടുക്ക് വഴി ഗതാഗതം അനുവദിച്ചിരുന്നു. ഇന്ത്യയുടെ ശിവാലിക് കപ്പൽ ഈ മാസം 21-ന് രാജ്യത്ത് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ വിഷയത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിൽ പൊതുനിലപാടിലെത്താൻ ഇന്ത്യ സജീവമായി ശ്രമിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ബ്രിക്സിന്റെ നിലവിലെ അധ്യക്ഷൻ എന്ന നിലയിൽ ഇന്ത്യ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നുണ്ടെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. As chair of BRICS, we have been facilitating discussions among BRICS members through Sherpa channel. The last meeting of the Sherpas of the BRICS took place virtually on 12th March. We are trying our best to develop a position and we will continue to remain engaged with BRICS member countries so that we can arrive at a position on BRICS on this particular conflict. സംഘർഷ സാഹചര്യം തുടരുന്നതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾ കനത്ത ജാഗ്രത പുലർത്തുന്നതായി UAE. തുറമുഖങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അഫ്ഗാനിസ്ഥാന്റെ പ്രദേശത്ത് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നിരവധി സാധാരണക്കാർ മരിക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരവും പ്രാദേശിക സമഗ്രതയും പൂർണ്ണമായി ബഹുമാനിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
പെട്രോളും ഡീസലും സുരക്ഷിതമല്ലാത്തതും അനുയോജ്യമല്ലാത്തതുമായ പാത്രങ്ങളിൽ വാങ്ങുകയോ സൂക്ഷിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. തമിഴ്നാട്ടിലെ വിൽപ്പനശാലയിൽ നിന്നും അപകടകരമാം വിധത്തിൽ പെട്രോൾ കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കേരളത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലെ നിയന്ത്രണത്തിൽ ഇളവുകൾ നൽകണമെന്ന് സംസ്ഥാനം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. പാചകവാതകത്തിന്റെ കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനുമെതിരെ നടപടിയെടുക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷ് അറിയിച്ചു. ഹോസ്റ്റലുകളിലും ആശുപത്രികളിലും ഭക്ഷണം കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫാറൂഖ് അബ്ദുള്ളക്കെതിരെയുണ്ടായ വെടിവെപ്പ് ശ്രമം അന്വേഷിക്കാൻ ജമ്മുകശ്മീർ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ജമ്മു, സാംബ, കത്വ റേഞ്ച് DIG അന്വേഷണ സംഘത്തെ നയിക്കും. ഈ മാസം 11 ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. കേരളത്തിലെ ആയുർവേദ പാരമ്പര്യത്തിന് ആഗോള ശ്രദ്ധ ലഭിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ പിണറായി പന്തക്കപ്പാറയിൽ നിർമ്മിച്ച ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സാർവത്രിക ആരോഗ്യ പരിരക്ഷ നടപ്പാക്കുന്നതിന് തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടാത്തവർക്കു കൂടി ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് പദ്ധതി ആവിഷ്കരിച്ചത്. കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ വിവിധ തലങ്ങളിലുള്ള ചർച്ചകളുടെയും പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മന്ത്രി അറിയിച്ചു. ഇന്ന് ലോക ഉപഭോക്തൃ അവകാശ ദിനം. ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെക്കുറിച്ച് അവബോധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. സുരക്ഷിത ഉൽപ്പന്നങ്ങൾ, ആത്മവിശ്വാസമുള്ള ഉപഭോക്താക്കൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്. വിപണിയിലെ ചൂഷണങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക, തെറ്റായ പരസ്യങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുക, പരാതികൾക്ക് പരിഹാരം കാണുക എന്നിവയാണ് ദിനാചരണം മുന്നോട്ടുവയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങൾ. ഉൽപ്പന്നങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവ് നേടാൻ ഓരോ ഉപഭോക്താവിനും അവകാശമുണ്ട്. ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ ജാഗ്രതയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ലോക ഉപഭോക്തൃ അവകാശ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് രാജ്യത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തെ ക്രിക്കറ്റ് താരങ്ങളെയും ക്രിക്കറ്റിൽ അതുല്യ സംഭാവന നൽകിയവരെയും ആദരിക്കുന്നതിനായുള്ള നമൻ അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ക്രിക്കറ്റ് ഇതിഹാസങ്ങളായ റോജർ ബിന്നിയും രാഹുൽ ദ്രാവിഡും കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങും. ഇന്ത്യയുടെ വനിതാ ടീം മുൻ ക്യാപ്റ്റൻ മിതാലി രാജിനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മലയാളി താരം സഞ്ജു സാംസണെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നാളെ അനുമോദിക്കും. തിരുവനന്തപുരം മംഗലപുരം മുല്ലശ്ശേരിയിൽ KCA പുതുതായി നിർമ്മിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് സഞ്ജുവിനെ ആദരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം 1,58,212 പേർ കൂടി പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,60,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. മീനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മീനം 1 ഇന്ന് സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. നേപ്പാളിലെ കാഠ്മണ്ഡുവിലുണ്ടായ ബസ് അപകടത്തിൽ 7 ഇന്ത്യൻ തീർത്ഥാടകർ മരിച്ചു. 12ലധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. അപകടത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റ് 2026 മൂന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള വിജയികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം 3ാം ആഴ്ചയിലേക്ക് കടന്നു. ഇറാന്റെ തന്ത്രപ്രധാനമായ ഖാർഗ് ദ്വീപിൽ ആക്രമണം നടത്തി അമേരിക്ക. US ഇസ്രായേൽ കപ്പലുകൾ ഒഴികെയുള്ള അന്താരാഷ്ട്ര ഗതാഗതത്തിനായി ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ. ഹോർമുസിന്റെ സുരക്ഷയ്ക്കായി ചൈനയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കപ്പലുകൾ അയക്കണമെന്ന് US പ്രസിഡന്റ്.
രാജ്യത്ത് ആവശ്യത്തിന് ഡീസലും പെട്രോളും ലഭ്യമാണെന്ന് ഉറപ്പു നൽകി കേന്ദ്ര സർക്കാർ. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും നിർദ്ദേശം. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി കേരളത്തിൽ വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. ക്രിക്കറ്റ് രംഗത്തെ അതുല്യ സംഭാവനയ്ക്കുള്ള BCCIയുടെ നമൻ അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.